നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒട്ടേറെ ചെറുതും വലുതുമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ചയും തർക്കവും ഒക്കെ നടത്തുകയാണല്ലോ. അതങ്ങനെ നടക്കട്ടെ. പക്ഷേ ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ സാമ്പത്തിക സ്ഥിതിയല്ലേ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ കടബാധ്യത 4,88,000 കോടി രൂപയാണ്. ഇത് കിഫ്ബി എടുത്ത കടവും സാമൂഹ്യക്ഷേമ പെൻഷൻ ഫണ്ട് വഴി എടുത്ത കടവും എല്ലാം കൂടെ കൂട്ടിയാൽ ഇത് 6 ലക്ഷം കോടി രൂപയാണ് എന്നാണ് അനൗദ്യോഗികമായ കണക്ക്. ഈ 6 ലക്ഷം കോടി രൂപ സംസ്ഥാനത്തിന് കടബാധ്യത വരുമ്പോൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മേൽ വരുന്ന അളോഹരി കടം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരാളുടെ തലയിൽ 1,75,000 രൂപയാണ്. ഇത് ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികളുടെ മേൽ കൂടി വരുന്ന ഭാരമാണ് എന്ന് നാം ഓർക്കണം. UDF സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ കടബാധ്യതയിൽ നിന്ന് ഈ സംസ്ഥാനത്തെ മോചിപ്പിക്കാൻ എന്താണ് പദ്ധതി? സത്യത്തിൽ അതല്ല ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാണ്. ഈ നിലയിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. വലിയൊരു കടഭാരമാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഇതിനുള്ള പരിഹാരം UDFൻ്റെ പരിഹാരം എന്ന് അദ്ദേഹം പറയുമെന്ന്. എന്തായാലും ഇതുവരെ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം അത് പറയുന്നത് കാത്തിരിക്കുകയാണ്. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നിലനിർത്തിക്കൊണ്ട് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അടുത്ത സർക്കാരിൻ്റെ വിധിയെങ്കിൽ വീണ്ടും കിഫ്ബിയെ ആശ്രയിക്കാനാണോ നിയോഗം? അപ്പോൾ വീണ്ടും കിഫ്ബിയെ ആശ്രയിക്കുക അല്ലാതെ മറ്റെന്തെങ്കിലും ബദൽ സംവിധാനം സർക്കാരിനുണ്ടോ? ഈ അടുത്ത കാലത്ത് നാം തന്നെ അറിഞ്ഞൊരു സംഗതി, കേരളത്തിന് 2023 ഒരു വർഷം മാത്രം പിരിഞ്ഞു കിട്ടാനുള്ള നികുതി 23,000 കോടി രൂപയാണ്. അപ്പോൾ മൊത്തം പിരിഞ്ഞു കിട്ടാനുള്ള നികുതി തുക എത്രയാണെന്ന് ഊഹിച്ചാൽ മതി. ഈ നികുതി, ഈ കടബാധ്യതയെല്ലാം പിരിച്ചെടുത്താൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുമെന്നുള്ളത് സത്യം. പക്ഷേ അതെത്ര എളുപ്പമാണോ? അതാണോ UDF സർക്കാരിൻ്റെ അടുത്ത പ്രതീക്ഷ? അതോ വേറെ ഏതെങ്കിലും മാർഗത്തിലുള്ള പണം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ കിഫ്ബി എന്നതിന് പകരം വേറെ എന്തെങ്കിലും പേരിൽ പണം കടമെടുക്കാനുള്ള വഴിയാണോ? അതല്ല ഏതെങ്കിലും പുതിയ നികുതി അടിച്ചേൽപ്പിക്കാനാണോ? എന്തായാലും സാധാരണ ജനങ്ങളുടെ മേൽ പുതിയ നികുതി ഭാരം ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ വിടർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ജ്വല്ലറി ഷോപ്പുകളുടെ നികുതി സംസ്ഥാനത്തിന് എത്രയാണ് കിട്ടാനുള്ളത്, എത്രമാത്രമാണ് നേടാൻ കഴിയുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമോ? കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് തൃശ്ശൂർ ഒരു ജ്വല്ലറി ഷോപ്പിൽ മാത്രം നടത്തിയ മിന്നൽ പരിശോധനയിൽ 125 കിലോ സ്വർണ്ണമാണ് കണ്ടെത്തിയത്. അപ്പോൾ സംസ്ഥാനത്തെ ജ്വല്ലറി ഷോപ്പുകളുടെയൊക്കെ ഉടമകളുടെ കയ്യിൽ എത്ര ആയിരക്കണക്കിന് കിലോ സ്വർണ്ണമാണ് ഇരിക്കുന്നത്? അവരൊക്കെ എത്ര നികുതി സർക്കാരിന് കൊടുക്കുന്നുണ്ട്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും ചർച്ച ചെയ്യാനും നടപടിയെടുക്കാനും കഴിയുമോ? ഒരുപക്ഷെ വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താൻ VD സതീശന് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും കേരളം ഉറ്റുനോക്കുന്നത് ഈ വലിയ കടബാധ്യതയിൽ നിന്ന് എങ്ങനെയാണ് സംസ്ഥാനത്തെ കരകയറ്റാനായി ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വരുള്ള പ്രതിപക്ഷം അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്യുന്ന അടുത്ത സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അവർ അതിനായി അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാത്തിരിക്കുകയാണ്.